ബർസീസയ്ക്ക് തോന്നി ശരി തന്നെയാണ്, മദ്യപാനം ആരും ബന്ധപ്പെടാത്ത കുറ്റകൃത്യമാണല്ലോ, ഒരിക്കൽ മദ്യപിച്ചാൽ പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. ബർസീസയടാ മദ്യശാല തേടി പോവുകയാണ്. പട്ടണത്തിലെ ഒരു പെണ്ണ് മദ്യക്കച്ചവടം നടത്തുന്ന, മദ്യം വിൽക്കുന്ന ഒരു മദ്യശാലയിലേക്ക് കയറി ചെല്ലുകയാണ്. ബർസീസയടാ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കാശ് കൊടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് മദ്യം വാങ്ങി അകത്താക്കുകയാണ്. ഒരൽപ്പം മദ്യം സേവിക്കുമ്പോഴേക്ക് ബർസീസയുടെ സ്വബോധം നഷ്ടപ്പെടുകയാണ്. 2 നൂറ്റാണ്ട് കാലം പ്രിയപ്പെട്ടവരെ, 200 വർഷത്തിലധികം അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്തു ജീവിച്ച ആ ബർസീസ ഒരു നിമിഷം കൊണ്ട് തകരാൻ പോവുകയാണ്. ഒരു ഗ്ലാസ് മദ്യം അകത്താക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സകലമാന തിന്മകളുടെയും മാതാവാണ്. എല്ലാ തിന്മകളും ജനിക്കുന്നത് മദ്യമെന്ന മാതാവിന്റെ വയറ്റിൽ നിന്നാണ്, മദ്യമെന്ന മാതാവിന്റെ ഉദരത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ബർസീസ ഒരു ഗ്ലാസ് മദ്യമകത്താക്കിയപ്പോ സ്വബോധം നഷ്ടപ്പെട്ട ബർസീസ ആ മദ്യശാലയിലെ വിൽപ്പനക്കാരിയായ സപ്ലൈക്കാരിയായ പെണ്ണിനെ കടന്നു പിടിക്കുകയാണ്. ആ പെണ്ണുമായി വീഴ്ച നടത്തുകയാണ്. നേരത്തെ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ തെറ്റ്, മറ്റൊരാളുമായി ബന്ധപ്പെടുന്ന ഒരു കുറ്റകൃത്യവും ഞാൻ ചെയ്യില്ലെന്ന് ശഠിച്ചുപോയ ബർസീസ ഇതാ ഒരു മടിയുമില്ലാതെ ഒരു ഗ്ലാസ് മദ്യമകത്തു ചെന്നപ്പോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്ന് മാത്രമല്ല മാനഭംഗപ്പെടുത്തുകയാണ്. സ്വബോധം തെളിഞ്ഞപ്പോഴേക്കെല്ലാം സംഭവിച്ചു പോയി. തിരിച്ചിറങ്ങാൻ ശ്രമിക്കുമ്പോ ബർസീസയോട് ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. എന്റെ ഭർത്താവ് വരുമ്പോ ഞാൻ നിങ്ങളെക്കുറിച്ച് എന്റെ ഭർത്താവിനോട് പറയും, നാട്ടുകാരോട് പറയും, ഞാനുമായി വ്യഭിചരിച്ച കാര്യം മുഴുവൻ ആളുകളോടും വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോ എന്തു ചെയ്തുവെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ബർസീസ പെണ്ണിനെ കൊലപ്പെടുത്തുകയാണ്. താൻ ആ പെണ്ണുമായി വ്യഭിചരിച്ച കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ആ പെണ്ണിനെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്ത് ബർസീസ പുറത്തിറങ്ങി നടക്കുകയാ. പ്രിയപ്പെട്ടവരെ, തന്റെ പർണശാലയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്തടാ നേരത്തെ തന്റെ പർണശാലയിലേക്ക് സൂഫിയുടെ രൂപത്തിൽ കടന്നു വന്ന മനുഷ്യനടാ തന്റെ ശരിയായ രൂപം പ്രാപിച്ച് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, ബർസീസ, ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഒരിക്കലും